എറണാകുളം കിഴക്കമ്പലത്ത് കടം വാങ്ങിയ പണം ചോദിച്ച് ഗൃഹനാഥനെ വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി. എറണാകുളം DCC സെക്രട്ടറി ഉൾപ്പെടുന്ന സംഘത്തിനെതിരെ പോലീസ് കേസെടുത്തു. പെരുമ്പാവൂർ വെങ്ങോലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാഞ്ഞിരമറ്റം സ്വദേശി മാർട്ടിനാണ് മർദ്ദനമേറ്റത്. എറണാകുളം DCC സെക്രട്ടറി അമീർ ബാവ ഉൾപ്പെടുന്ന സംഘം കടം വാങ്ങിയ പണം ചോദിച്ച് മാർട്ടിനെ വീട്ടിൽ കയറി മർദ്ദിച്ചതായാണ് പരാതി. എറണാകുളം DCC സെക്രട്ടറിയായ കൊച്ചി സ്വദേശി അമീർ ബാവയ്ക്കും ഡ്രൈവർ ഷിജുവിനും കണ്ടാലറിയാവുന്ന മറ്റ് രണ്ടുപേർക്കുമെതിരെയാണ് സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തത്. പെരുമ്പാവൂർ വെങ്ങോലയിലെ വാടക വീട്ടിലെത്തിയായിരുന്നു മർദ്ദനം. കാറ് പണയം വെച്ച് അമീർ ബാവയിൽ നിന്ന് നേരത്തെ 6.5 ലക്ഷം രൂപ വാങ്ങിയിരുന്നതായി മാർട്ടിൻ പറയുന്നു. എന്നാൽ ഇപ്പോൾ 21 ലക്ഷം രൂപ ചോദിച്ചാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് തന്റെ വീട്ടിലെത്തി മർദ്ദിച്ചതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരാളുടെ പലിശക്ക് കൊച്ചിക്കാരൻ അമീർ ബാബ എന്നാണ് കോൺഗ്രസ് നേതാവ് എന്നോട് ഇത്തിരി പൈസ എടുത്തിട്ടുണ്ടായി. എൻ്റെ എക്കോസ്പോർട്ട് എന്ന് പറഞ്ഞൊരു പുതിയ വണ്ടി ഞാൻ വെച്ച് 2.5 ലക്ഷം രൂപ ആദ്യം എടുത്തു. അത് കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം വന്ന് വീട്ടിൽ പ്രശ്നങ്ങൾ, എന്നും നിത്യം പ്രശ്നങ്ങളാണ്. 6 ലക്ഷം രൂപ മേടിച്ചിട്ട് അവൻ 21 ലക്ഷം രൂപ ഇപ്പൊ കൊടുക്കണമെന്നാ പറയണത്. 2-3 പ്രാവശ്യം വന്ന് വീട്ടിൽ ആക്രമിക്കണം. നിവർത്തികേട് കൊണ്ട് ഇന്ന് 9:10 കുന്നത്തുനാട് പഞ്ചായത്തിലെ മറ്റേ 2020 പ്രസിഡന്റ് നിതയും ഇവരും കൂടി വന്ന് എൻ്റെ അടുക്കള വഴി കയറി 5-8 പേരുണ്ടായി. അത് പേര് അമീർ എന്നാണ്. ഒരു ഷിജു എന്ന് പറഞ്ഞ അവൻ്റെ ഡ്രൈവർ, പിന്നെ ഒരു ആലപ്പുഴക്കാരൻ ഒരുത്തൻ. വീടിന്റെ അടുക്കള ഭാഗത്തുകൂടി വീടിനകത്ത് പ്രവേശിച്ച സംഘം അവിടെയുണ്ടായിരുന്ന കസേര ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ഇയാൾ പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നു. മർദ്ദനം അസഹ്യമായപ്പോൾ മാർട്ടിൻ കൈത്തണ്ട മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇതോടെയാണ് പ്രതികൾ മർദ്ദനത്തിൽ നിന്ന് പിന്മാറിയതെന്ന് മാർട്ടിന്റെ ഭാര്യ ജിജി പറഞ്ഞു. കൈത്തണ്ടയ്ക്ക് മുറിവ് പറ്റിയതിനെ തുടർന്ന് ഇദ്ദേഹത്തെ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാർട്ടിന്റെ കയ്യിൽ 8 സ്റ്റിച്ചുകളുണ്ട്. 324, 34 IPC വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നതായി പെരുമ്പാവൂർ പോലീസ് പറഞ്ഞു. ജനം, കൊച്ചി.